കുറേ സൗണ്ടുകളൊക്കെ കേട്ടപ്പം ഇവർ കൊച്ചുങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു. അന്നേരം സൗണ്ട് കേട്ടുകൊണ്ടാണ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. വന്ന് ഞങ്ങളിവിടെ നിന്ന് അവരുമായിട്ട് സഹകരണം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്നപ്പം ആ കൊച്ച് വിളിച്ച് മാമ. അപ്പോഴത്തേനും ഫയർഫോഴ്സ് വന്നായിരുന്നു. ഫയർഫോഴ്സ് വന്ന് ഇറങ്ങിയപ്പം അതൊക്കെ ഇടിഞ്ഞു വീഴുന്നത് കണ്ടായിരുന്നു ഞങ്ങൾ. കോടുകൂടി ഇങ്ങനെ. അന്നേരം കുറേ പേര് സഹായത്തിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടെ ഞങ്ങൾ വിചാരിച്ച് എല്ലാവരും വീണു. ഞാൻ അന്നേരം വിളിച്ച് കൂവിയൊക്കെ ചെയ്ത് സൗണ്ട് കേട്ട് കുറേ പേരൊക്കെ വന്നു. ഇങ്ങനെയാണ് മുൻപും നാട്ടുകാർ പ്രതികരിച്ചത്. അതേ രീതിയിൽ തന്നെയാണ് പിന്നാലെ വരുന്ന ഓരോ പ്രതികരണങ്ങളും. അത്രത്തോളം വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം കൂടിയാണ്. ഈ ശിവകൃഷ്ണനുമായിട്ടുള്ള തർക്കത്തെ തുടർന്നാണ് കിണറ്റിലേക്ക് അർച്ചന ചാടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വിവരം ഫയർഫോഴ്സിനെ ശിവകൃഷ്ണനെ ഉൾപ്പെടെ അറിയിക്കുന്നു. അവരെത്തുന്നു. ഈ അർച്ചനയെടുത്ത് സംസാരിച്ചതാണ്. അവരെയും രക്ഷിക്കാൻ പറ്റുമായിരുന്നു. പെട്ടെന്നുള്ള എടുത്തുചാട്ടമാണ് എങ്കിലും അവരെയും രക്ഷിക്കാൻ പറ്റുമായിരുന്നു. ആ ദൗത്യം നടക്കുന്നതിനിടെയാണ് ഈ ശിവകൃഷ്ണന്റെ ഒരു അശ്രദ്ധ ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് നയിച്ചത്. മദ്യലഹരിയിലായിരുന്നു. അങ്ങനെയാണ് സ്വന്തം സഹപ്രവർത്തകർക്ക് മുന്നിൽ വെച്ച് ഒരാളുടെ ജീവൻ നഷ്ടമാകുന്ന ഒരു കാഴ്ച കൂടി വേദനയോടെ അവർക്ക് കാണേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. കണ്ണൻ നായർ അവിടെ നിന്നും തുടരുന്നുണ്ട്. കണ്ണൻ, ഈ അർച്ചന, ശിവകൃഷ്ണൻ, അതോടൊപ്പം തന്നെ സോണി ആറ്റിങ്ങൽ സ്വദേശിയാണല്ലേ? കൊട്ടാരക്കര ഫയർഫോഴ്സ് യൂണിറ്റിലാണ്. അയാളുടെ കുടുംബത്തെക്കുറിച്ച് മറ്റെന്തെങ്കിലും തന്നെ അറിയാമോ? ഒപ്പം ഈ ശിവകൃഷ്ണൻ ആ നാട്ടുകാരനല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇയാൾക്ക് അവിടെ എന്താണ് ജോലി? ഈ അർച്ചനയുടെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? സ്ഥിരം ഇങ്ങനെ തർക്കം ഉണ്ടാകാറുണ്ടോ? അതിനെ സംബന്ധിച്ചൊക്കെ ഈ നാട്ടുകാരൊക്കെ എന്താണ് പറയുന്നത്? 3 വർഷം മുമ്പാണ് ഇവിടെ വീട് അവർ നിർമ്മിച്ചത്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അവർ ഇവിടെ താമസം ആരംഭിച്ചത്. ഇവിടെ വീടിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. തൊട്ട് സമീപത്തൊരു ഷെഡ് കെട്ടി അവിടെയായിരുന്നു അർച്ചനയും ഈ പറയുന്ന അവരുടെ ആദ്യ ഭർത്താവും അടക്കമുള്ള ആൾക്കാർ താമസിച്ചിരുന്നത്. 5 മാസങ്ങൾക്ക് മുമ്പാണ് ഈ ശിവകൃഷ്ണൻ ഇവിടേക്ക് എത്തുകയും അതിനുശേഷം അവരുടെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നിരന്തരമായി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് മറ്റൊരു സ്ത്രീ അടക്കമുള്ള ആൾക്കാർ ഇവിടേക്ക് എത്തിയിരുന്നു എന്ന് പറയുന്നു. അവരൊക്കെ തന്നെ വലിയ സന്തോഷത്തിലായിരുന്നു. അതിനുശേഷം എന്തൊക്കെയോ തർക്കങ്ങൾ ഉണ്ടാവുകയും അവിടെ ശിവകൃഷ്ണനും ഈ അർച്ചനയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവുകയും മർദ്ദനമുണ്ടാവുകയും ചെയ്തു എന്നൊക്കെ തന്നെയുള്ള ഒരു കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ ഇവിടുത്തെ നാട്ടുകാർക്ക്, പ്രദേശവാസികൾക്ക് വലിയ ധാരണയൊന്നുമില്ല. അവരോട് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രദേശവാസിയാണോ? അല്ല. ഇത്തരത്തിൽ വലിയ ആൾക്കാരുമായി വലിയ ബന്ധമുണ്ടായിരുന്നില്ല. അർച്ചന ഹോം നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. എടുത്തു പറയേണ്ടത്, ഈ സ്ത്രീ വീട്ടിൽ തർക്കമുള്ളതിൻ്റെ പേരിൽ പുറത്തേക്ക് ഇറങ്ങി ഓടി നേരെ വന്ന് കിണറ്റിൽ ചാടുകയായിരുന്നു. അവർക്ക് ആ കിണറ്റിനകത്ത് കിടക്കുന്ന സമയത്തും അവർക്ക് ആരോഗ്യ പ്രശ്നമില്ലായിരുന്നു. അവർക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവരോട് സംസാരിച്ചതാണ്. പക്ഷേ ആ ശിവകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും ആണ്. എന്തായാലും ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. ആ വീട്ടിലുണ്ടായ തർക്കം, അതിനുശേഷമുണ്ടായ മർദ്ദനം അടക്കമുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിച്ചതെന്നുള്ളൊരു സൂചന കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും 3 കുഞ്ഞുങ്ങൾക്ക് അമ്മയെ നഷ്ടമായിരിക്കുന്നു. അവരുടെ ഒരു കുടുംബത്തിൻ്റെ അത്താണിയെ നഷ്ടമായിരിക്കുന്നു. അതുപോലെ തന്നെ സോണിയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. സോണി ആറ്റിങ്ങൽ സ്വദേശിയായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം കൊട്ടാരക്കര ഫയർഫോഴ്സ് ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായി ജീവൻ രക്ഷിക്കാൻ വേണ്ടി കിണറ്റിലേക്ക് ഇറങ്ങിയതാണ്. സ്വാഭാവികമായും എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചുകൊണ്ട് ആണ് അദ്ദേഹം അതിലേക്ക് ഇറങ്ങിയത്. ജീവൻ രക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ശിവകൃഷ്ണന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ച, പ്രദേശവാസികൾക്ക് തന്നെ ഒട്ടേറെ ആൾക്കാരുണ്ട്